സെലട്രിസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തില് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത്. ഇവിടെ ഈശോയും ശിഷ്യന്മാരും കൂടെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ശിഷ്യന്മാര് തമ്മിൽ തർക്കിക്കുകയാണ്. തർക്കിക്കുന്നത് തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചാണ്. വീട്ടിലെത്തി കഴിയുമ്പോൾ ഈശോ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വഴിയിൽ വെച്ച് എന്തിനെ കുറിച്ചാണ് തർക്കിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ ഈ ശിഷ്യന്മാർ ഇത്തിരി നാണത്തോടെ ഈശോയോട് പറയുകയാണ്, ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ തർക്കിച്ചുകൊണ്ടിരുന്നത്. ഈശോ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നു. എന്നിട്ട് ഈശോ പറയുകയാണ്, ഈ ശിശുവിനെ പോലെ ആകണം നിങ്ങൾ. ഈ ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു എന്ന് പറയുകയാണ്. ഇവിടെ നമ്മൾ ഈശോയും തന്റെ ശിഷ്യന്മാരും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണത്? ശിഷ്യന്മാര് അവരുടെ തർക്കം എപ്പോഴും ഈ ലോകത്തിന്റെ കാര്യങ്ങളെ കുറിച്ചാണ്. ഈശോ പറയുന്നത് എപ്പോഴും ഈ ലോകത്തിന്റെ കാര്യങ്ങളെ കുറിച്ചല്ല, മറിച്ച് സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്, ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഈശോ അവരോട് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ശിഷ്യന്മാര് അത് മനസ്സിലാക്കാതെ തങ്ങളുടെ ഇടയിലുള്ള മാനുഷികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ പരസ്പരം വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയാണ്. ഇതാണ് ഇന്നത്തെ ലേഖനഭാഗത്തിൽ പൗലോസ്ലിയ എഫെസോസർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മൾ വായിക്കുന്നത്. അവിടെ പൗലോസ്ലിയ പറയുകയാണ്, നമ്മൾ മാംസത്തിന്റെ രക്തത്തിനും എതിരായിട്ടൊന്നല്ല നമ്മൾ പടവെട്ടുന്നത്, മറിച്ച് സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാക്കൾക്ക് എതിരായിട്ടൊക്കെയാണെന്ന് പൗലോസ്ലിയ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് തന്നെയാണ്, നമ്മൾ തമ്മിലുള്ള നമ്മുടെ ഇടയിലുള്ള ഈ തർക്കങ്ങളുടെയൊക്കെ ഒരു മൂല കാരണം എന്താണ്? ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണോ, അത് തീർത്തും മാനുഷികമായിട്ടുള്ള വില കുറഞ്ഞ ചില കാര്യങ്ങളാണോ മനുഷ്യരുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള ചില തർക്കങ്ങൾക്കും വാദപ്രതിവാദങ്ങളും കാരണമായി നിൽക്കുന്നത്? ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളെയൊക്കെ തിരുത്തുകയാണ്. നിങ്ങളുടെ ഇടയിലുള്ള സംസാരങ്ങൾ എപ്പോഴും ദൈവികമാകട്ടെ, മാനുഷികമായിട്ടുള്ള കാര്യങ്ങളല്ല, അതൊക്കെ നിസ്സാരങ്ങളാണ്. അതിനപ്പുറത്ത് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ക്രമത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.